നമസ്കാരം. ഇന്ന് നമ്മൾ അതിപ്രധാനമായ ഒരു യാത്രയിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ലോകപ്രശസ്ത ചിന്തകൻ ഡോക്ടർ നോർമൻ വിൻസെന്റ് പീലിന്റെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു ആത്മീയ യാത്ര. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭയത്തിനും നിരാശക്കും അടിമപ്പെട്ട് കഴിയാനല്ല, മറിച്ച് വിജയിക്കാനും സന്തോഷിക്കാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ദർശനത്തിന്റെ ആകത്തുക വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പിയർ 4:13 കുടികൊള്ളുന്നത്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ഒരൊറ്റ വാചകം വെറുമൊരു മോട്ടിവേഷനല്ല, മറിച്ച് പരാജയത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന ഏതൊരാൾക്കും പ്രകാശത്തിലേക്കുള്ള വഴിയാണ്. നമുക്ക് ഈ മഹാദർശനത്തെ വളരെ ആഴത്തിൽ 10 ഘട്ടങ്ങളിലായി പരിശോധിക്കാം. ഒന്നാമതായി, നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഭൂരിഭാഗം പരാജയങ്ങളും നമ്മുടെ കഴിവിനെക്കുറിച്ചുള്ള സംശയം മൂലമാണ് ഉണ്ടാകുന്നത്. പീൽ പറയുന്നു, ആത്മവിശ്വാസമില്ലായ്മയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ലോകം. എനിക്ക് ഇതിന് കഴിയില്ല, ഞാൻ ഒരു പരാജയമാണ്, മറ്റുള്ളവരെപ്പോലെ ഭാഗ്യം എനിക്കില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഫിലിപ്പിയർ 4:13 നമ്മെ പതിപ്പിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്വന്തം കഴിവിലല്ല, മറിച്ച് നിങ്ങളെ ശക്തനാക്കുന്ന ദൈവത്തിലാണ്. ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. അവിടുത്തെ സ്നേഹവും കരുത്തും നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പരാജയപ്പെടും? അതിനാൽ ഓരോ ദിവസവും ഉണരുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ദൈവം എന്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ ശക്തനാക്കുന്നു, അതിനാൽ ഇന്ന് എനിക്ക് എല്ലാം സാധ്യമാണ്. ഈ ചിന്ത നിങ്ങളുടെ കോശങ്ങളിൽ പോലും പുതിയ ഊർജ്ജം നിറയ്ക്കും. രണ്ടാമതായി, സമാധാനമുള്ള ഒരു മനസ്സ് എങ്ങനെ രൂപപ്പെടുത്താം എന്ന് നാം പഠിക്കണം. കലുഷിതമായ ഒരു മനസ്സിൽ ഒരിക്കലും വിജയകരമായ ചിന്തകൾ ഉദിക്കില്ല. ഒരു തടാകത്തിലെ വെള്ളം ഇളകിമറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ഉത്കണ്ഠകളും ഭയവും ദേഷ്യവും കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നോർമൻ വിൻസെന്റ് പീൽ നിർദ്ദേശിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. ദിവസവും കുറച്ചു സമയം നിശബ്ദതയ്ക്കായി മാറ്റിവെക്കുക. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പുറത്തേക്ക് കളയുന്നതായി സങ്കൽപ്പിക്കുക. പകരം ദൈവീകമായ സമാധാനം ഉള്ളിലേക്ക് നിറയുന്നതായി അനുഭവിക്കുക. ദൈവത്തിന്റെ സമാധാനം എന്റെ ഹൃദയത്തെ കാക്കുന്നു എന്ന് മന്ത്രിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ആത്മബലം വർദ്ധിക്കും, ബുദ്ധി കൂടുതൽ തെളിച്ചമുള്ളതാകും. ശാന്തതയാണ് യഥാർത്ഥ ശക്തി എന്ന് തിരിച്ചറിയുക. മൂന്നാമതായി, പ്രാർത്ഥനയെ ഒരു ശാസ്ത്രീയ ഊർജ്ജതന്ത്രമായി കാണുക. പലരും പ്രാർത്ഥനയെ കേവലം ചില യാചനകൾ മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ പ്രാർത്ഥന എന്നത് പ്രപഞ്ചശക്തിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ ഊർജ്ജ പ്രവാഹമാണ്. ഒരു ഇലക്ട്രിക് ഉപകരണം പവർ പോയിന്റുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതുപോലെ, പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ തളർച്ച മാറുന്നു. നിങ്ങൾ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അത് സ്വന്തം ശക്തികൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവമേ, ഈ പ്രശ്നം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എനിക്ക് വേണ്ട ശക്തി നീ നൽകണമേ എന്ന് വിശ്വസ്തയോടെ പറയുക. പ്രാർത്ഥന നിങ്ങളുടെ ഭാരം ലഘൂകരിക്കുക മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു തരികയും ചെയ്യും. പ്രാർത്ഥന എന്നത് വെറുമൊരു ചടങ്ങല്ല, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന പവർ ഹൗസാണ്. നാലാമതായി, പോസിറ്റീവ് ചിത്രീകരണത്തിന് അഥവാ വിഷ്വലൈസേഷന് അത്ഭുതശക്തി ഉപയോഗിക്കുക. നമ്മുടെ മനസ്സ് ദൃശ്യങ്ങളെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അത് നടന്നുകഴിഞ്ഞു എന്ന് ഭാവനയിൽ കാണാൻ പഠിക്കുക. പരാജയത്തിന്റെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സ്ക്രീനിൽ നിന്ന് മായ്ച്ചു കളയുക. പകരം നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്തിയതായും ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നതായും നിങ്ങളുടെ കുടുംബം സന്തോഷിക്കുന്നതായും വ്യക്തമായി കാണുക. ഫിലിപ്പിയർ 4:13 വചനം ഓർക്കുക, ദൈവം നിങ്ങളെ ശക്തനാക്കുന്നത് നിങ്ങൾ കാണുന്ന ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ്. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 5 മിനിറ്റ് നിങ്ങളുടെ വിജയത്തിന്റെ ചിത്രം മനസ്സിൽ കാണുക. ഇത് നിങ്ങളുടെ ഉപബോധമനസ്സിനെ വിജയത്തിനായി പ്രോഗ്രാം ചെയ്യും. വിശ്വാസത്തോടെ കാണുന്ന ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. അഞ്ചാമതായി, തടസ്സങ്ങളെ ഭയപ്പെടാതെ അവയെ നേരിടാൻ പഠിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ഒരാളുമില്ല. എന്നാൽ വിജയികൾ തടസ്സങ്ങളെ കാണുന്നത് വളരാനുള്ള അവസരങ്ങളായിട്ടാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ മല പോലെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ നോർമൻ വിൻസെന്റ് പീൽ പറയുന്നത്, തടസ്സങ്ങൾ നിങ്ങളുടെ വഴി തടയാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്താനാണ് വരുന്നത് എന്നാണ്. ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് വിരോധമായി നിൽക്കും എന്ന വലിയ സത്യം ഓർക്കുക. തടസ്സങ്ങളെ നോക്കി പതറാതെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഈ മലയെയും മറികടക്കാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയുക. നിങ്ങൾ മുന്നോട്ട് ചുവടുവെക്കുമ്പോൾ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാകുന്ന അത്ഭുതം നിങ്ങൾക്ക് കാണാം. പ്രശ്നങ്ങളേക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവം എന്ന ബോധ്യം എന്നും കൂടിയുണ്ടാകണം.
ആറാമതായി, ഉത്കണ്ഠകളിൽ നിന്നും വേവലാതികളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടുക. ഉത്കണ്ഠ എന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശാപമാണ്. നാളെയെക്കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ നമ്മുടെ ഇന്നത്തെ സമാധാനം നശിപ്പിക്കുന്നു. നാളെ എന്ത് സംഭവിക്കും എന്ന് പേടിച്ചതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പകരം എന്റെ നാളുകൾ ദൈവത്തിന്റെ കൈകളിലാണ് എന്ന് വിശ്വസിക്കാൻ പഠിക്കുക. ഓരോ തവണയും ഉത്കണ്ഠ മനസ്സിൽ കയറി വരുമ്പോൾ ആ ചിന്തയെ തടയുക. പകരം ഫിലിപ്പിയർ 4:13 ആവർത്തിച്ച് ചൊല്ലുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി ധൈര്യം നിറയ്ക്കും. ഒരു കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ കൈ പിടിച്ചു നടക്കുമ്പോൾ അവന് ഭയമില്ലാത്തതുപോലെ നിങ്ങളും ദൈവത്തിന്റെ കൈ പിടിച്ചാണ് നടക്കുന്നത് എന്ന ബോധ്യം വളർത്തുക. ഉത്കണ്ഠകളെ പുറന്തള്ളുന്നിടത്ത് മാത്രമേ സമാധാനം വസിക്കൂ. ഏഴാമതായി, നിങ്ങളുടെ ചിന്താശൈലിയെ ബോധപൂർവം നവീകരിക്കുക. വർഷങ്ങളായി നമ്മൾ കേട്ട നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ ഉപബോധമനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. നീ ഒന്നിനും കൊള്ളില്ല, നിനക്ക് ഭാഗ്യമില്ല തുടങ്ങിയ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നു. ഈ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് മാറ്റി പകരം പോസിറ്റീവ് പ്രോഗ്രാമിംഗ് ചെയ്യണം. ഇതിനായി ബൈബിളിലെ കരുത്തുള്ള വചനങ്ങൾ ഉപയോഗിക്കുക. ഓരോ ദിവസവും ഉണരുമ്പോൾ 10 പോസിറ്റീവ് കാര്യങ്ങൾ ഉറക്കെ പറയുക. നിങ്ങളുടെ മനസ്സിനെ ഒരു തോട്ടം പോലെ കാണുക. അവിടെ നിരാശയുടെ കളകൾ വളരാൻ അനുവദിക്കരുത്. പകരം പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പൂക്കൾ വളർത്തുക. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മാറാൻ തുടങ്ങും. എട്ടാമതായി, വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ പ്രയോഗിക്കുക. ദൈവവചനം വെറും അക്ഷരങ്ങളല്ല, അത് ജീവനും ശക്തിയുമാണ്. ഡോക്ടർ പീൽ തന്റെ എല്ലാ രോഗികൾക്കും നൽകിയിരുന്ന പ്രധാന ഔഷധം ബൈബിൾ വചനങ്ങളായിരുന്നു. ഫിലിപ്പിയർ 4:13 എന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോലായി മാറ്റുക. ജോലിക്ക് പോകുമ്പോഴും ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും പരാജയം തോന്നുമ്പോഴും ഈ വചനം ഹൃദയത്തിൽ ഉരുവിടുക. വചനം നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ആ വചനത്തിൽ വിശ്വസിക്കുന്നവനും പരാജയപ്പെടില്ല. വചനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. ഒൻപതാമതായി, സ്നേഹവും ക്ഷമയും കരുത്തായി മാറ്റുക. മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പോസിറ്റീവ് തിങ്കിംഗ് സാധ്യമല്ല. മറ്റുള്ളവരോടുള്ള കയ്പ് നിങ്ങളുടെ ആത്മീയ കരുത്തിനെ ചോർത്തിക്കളയും. പീൽ പറയുന്നു, ക്ഷമിക്കാനുള്ള കഴിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. അവരെ അനുഗ്രഹിക്കുക. സ്നേഹം ഉള്ളിടത്ത് ഭയമില്ല. സ്നേഹം ഉള്ളിടത്ത് ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കരുത്തുള്ളതാക്കും. ക്രിസ്തു കാണിച്ചുതന്ന സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരാജയങ്ങൾ പോലും വഴിമാറിപ്പോകും. പത്താമതായി, ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ജീവിതത്തിൽ എത്ര വലിയ പതനമുണ്ടായാലും അത് അവസാനമല്ല. വീഴുന്നതല്ല പരാജയം, വീണിടത്ത് കിടക്കുന്നതാണ് പരാജയം. ഫിലിപ്പിയർ 4:13 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നാം ഒറ്റക്കല്ല, നമ്മെ ശക്തനാക്കാൻ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും പറയരുത്. പകരം ഇതൊരു പാഠമാണ്, ദൈവസഹായത്താൽ ഞാൻ ഇതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് തിരിച്ചുവരും എന്ന് പറയുക. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങുക. ദൈവം നിങ്ങൾക്ക് നൽകിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ 10 പോയിന്റുകൾ വെറും കേൾവിയായി മാത്രം ഒതുക്കരുത്. നോർമൻ വിൻസെന്റ് പീൽ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത ഈ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോഗിച്ചു തുടങ്ങുക. ഫിലിപ്പിയർ 4:13 എന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിക്കുക. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ബോധ്യത്തോടെ ഇന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിച്ചു തുടങ്ങുക. ഭയത്തെ പുറന്തള്ളുക, വിശ്വാസത്തെ പുണരുക. സമാധാനവും വിജയവും സന്തോഷവും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.